ഒരു വ്യക്തി ജോലി ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? അവന് വേണ്ടിയാണ്, അവന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ജോലി ചെയ്താൽ പണം ലഭിക്കുന്നു. ഈ ലഭിക്കുന്ന പണം കൊണ്ട് സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ്? നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങും. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി അനുസരിച്ചാണ്, ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്താലും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും 60% പണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ജോലി ചെയ്യുന്നതിന്റെ 60% പണം ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ് പോകുന്നതെങ്കിൽ ശരിക്കും ആ വ്യക്തി ജോലി ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? അദ്ദേഹം പണം ചെലവഴിച്ചാൽ 60% ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുമെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് 60% ഇവിടെയുള്ള ഇടനിലക്കാരും പരസ്യക്കാരും എന്ന് പറയുന്ന കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്.